നന്ദന. ഇന്ന് ഒരു വെഡിങ് വിശേഷമാണ് കേട്ടോ നമ്മുടെ വ്ളോഗിൽ. വെഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയിലത്തെ വെഡിങ് ആണ്. അപ്പോൾ ഇത് കൂടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തെ മാരേജും അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നല്ല അനുഭവമായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ പറയില്ല, എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഫാമിലിയാണ്. ആദ്യമാണ് കല്യാണം എന്താണെന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് നോക്കും. പിന്നെ നമ്മൾ ഇവിടെ ഇൻട്രോ എടുക്കുന്നത് തിരിച്ചു വന്നിട്ടാണ്, കല്യാണത്തിന് പോയി വന്നിട്ടാണ്. ഇനി റിസപ്ഷന് പോകണം. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെയാണ്. പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. ചെറിയ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം എല്ലാ വിശേഷങ്ങളും ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഹായ്, അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് ഗായ്സ്. അപ്പം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. പുറത്ത് പോയിട്ട് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങാണ്. അപ്പോൾ പൊപ്പൻജിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. യൂബർ ബുക്ക് ചെയ്തത് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ലേറ്റ് ആയാൽ പറ്റില്ല. ഓൾറെഡി 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ 12:30 ആകുമ്പോഴേക്ക് അവിടേക്ക് എത്തണം. അപ്പോൾ കെട്ടൊക്കെ കാണണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓടി പോവാണ്. ശാസ്തമംഗലം അളകാപുരി കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കല്യാണം. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നും പോകുന്ന ട്രാവൽ വ്ളോഗും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള വീഡിയോസ് വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. ആ വ്ളോഗ് കണ്ട് നോക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആദ്യം ആൻറ്റിനെയാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയത്, ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പേയിങ് ഗസ്റ്റായിട്ട് നിന്ന വീട്ടിലെ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും മകൻ്റെ കല്യാണത്തിനാണ്. പയ്യൻ്റെ പേര് സൂരജ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് സൂരജിൻ്റെ ചേച്ചി മേഘയുടെ മകൾ തക്സുവാവയാണ്. അപ്പോൾ ഇതാണ് മേഘ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അതുപോലെ തന്നെ ഒരു സിസ്റ്റർലി അഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് അവർ വിളിച്ചപ്പോഴേക്കും ഓടിപ്പോയത് കേട്ടോ. ബ്രൈഡും ഗ്രൂമും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. നേരെ അകത്തോട്ട് കയറി. അപ്പോൾ മേഘയാണെങ്കിലും അത്യാവശ്യം തിരക്കിലാണ്. നാത്തൂനാണല്ലോ. അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മേഘയുടെ ഹസ്ബൻഡ് സൂരജേട്ടൻ മ്യൂസിക് ഡയറക്ടറാണ്. ഫിലിമിലും അതുപോലെ തന്നെ ആൽബത്തിലൊക്കെ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. SR സൂരജ് ഗവൺമെൻറ് സ്റ്റാഫും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണ ചെറുക്കൻ സ്റ്റേജിലോട്ട് കയറി പാരൻസിനൊപ്പം അവിടെ സദസ്സിനെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാ ഓരോരോ ചടങ്ങുകൾ, പാരൻസിന് ദക്ഷിണ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മുതിർന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടെ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെ എൻട്രിയാണ്. ഇതാ കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള എൻട്രിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ബ്രൈഡ് ഒരുങ്ങിയിരിക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബ്രൈഡ് സ്റ്റേജിൽ കയറി പാരൻസിനോടൊപ്പം അതുപോലെ തന്നെ അവരിങ്ങനെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാരേജിൻ്റെ ഓരോ നാട്ടിലത്തെ ചടങ്ങുകൾ കണ്ട് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹീര എന്നാട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ പേര്. അപ്പോൾ ഹീരയുടെ പാരൻസിന് ദക്ഷിണ കൊടുത്തു. പിന്നെ സൂരജിൻ്റെ പാരൻസിന് ദക്ഷിണ കൊടുത്തു. അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. താലികെട്ട് ചടങ്ങിലോട്ട് നീങ്ങുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. താലി കെട്ടാനായിട്ട് താലി സൂരജിൻ്റെ അച്ഛൻ വാങ്ങിച്ച് സൂരജിൻ്റെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി താലിയൊക്കെ കെട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫാമിലി മെമ്പറിൻ്റെ കല്യാണം പോലെ തന്നെയാണ് അവിടെ പോയപ്പോൾ ഫീൽ ചെയ്തത് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് ഈ ഫാമിലിയായിട്ട്. അവർ പുറത്ത് പോകുമ്പോൾ മേഘ എന്നെ വിളിച്ചിട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ഞാനും മേഘയും മോർണിംഗ് വാക്കിന് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ ട്രിവാൻഡ്രത്തുള്ള സമയത്ത്. അങ്ങനെ പുടവ കൊടുക്കുന്ന ചടങ്ങും കഴിഞ്ഞു. അങ്ങനെ എല്ലാം മംഗളമായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ ഫാമിലി ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ മേഘയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മേഘയും ഹസ്ബൻഡും കുട്ടികളും. അപ്പോൾ മൂത്ത മകൻ ശ്രാവൺ ടുട്ടു എൻ്റെ പൊപ്പയുടെ സെയിം ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇളയ മകളാണ് തക്സു വാവ. ശ്രിത എന്നാണ് പേര്. അങ്ങനെ വാവ ഭയങ്കര വാശിയിലായിരുന്നു. ഇടയ്ക്ക് വാശി പിടിച്ചപ്പോൾ കൊണ്ടുപോയി പിന്നെയും തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ട് ഇവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തക്സു വാവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പയ്ക്ക് ലുട്ടുനെ ഇഷ്ടമാണ്. ലുട്ടുനൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്.
കഴിഞ്ഞ വിഷുവിന് അവർ തൃശ്ശൂർ വന്നപ്പം നമ്മളെ മീറ്റ് ചെയ്തിരുന്നു. അന്ന് ആൻറ്റിനെയും അങ്കിളിനെയും കാണാൻ പറ്റിയിരുന്നില്ല. അവർ തൃശ്ശൂർ വന്നിരുന്നെങ്കിലും ഇവർ പുള്ളിക്കാണ് വന്നിരുന്നത്. നമ്മളന്ന് വ്ളോഗൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഇനി സൂരജിൻ്റെ കല്യാണത്തിന് വരാമെന്ന്. അത് ആ വാക്ക് ഞാൻ പാലിച്ചു. മേഘയുടെ അച്ഛൻ ദൂരദർശനത്തെ പെർമനൻറ്റ് സ്റ്റാഫായിരുന്നു, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ. ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരദർശനത്തെ കുറേ പേരെ എനിക്ക് അവിടെ വെച്ച് കാണാനായിട്ട് സാധിച്ചായിരുന്നു. അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഒരുപാട് നാളായി തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സദ്യനെ കുറിച്ചിട്ടുള്ളതൊക്കെ. അങ്ങനെ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം സ്റ്റൈലിൽ സദ്യയൊക്കെ കഴിക്കുന്നത്. നല്ല അടിപൊളി സദ്യ തന്നെ ആയിരുന്നു കേട്ടോ. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയും. അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ. 4.5 വർഷത്തോളം ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് മാരേജസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്നു വന്നു കേട്ടോ. ഭയങ്കര മിസ്സിങ് ആണ്. സ്റ്റിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം തന്നെയാണ്. അവിടുത്തെ ആ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തിരുവനന്തപുരത്ത് നിൽക്കാനായിട്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 2 പേരെയും വിളിച്ചപ്പോൾ വരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അകത്തോട്ട് പോയി. അങ്ങനെ മേഘ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വിളിച്ചു. അങ്ങനെ സൂരജ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഹീരയ്ക്ക് ചേച്ചിയുടെ ഫ്രണ്ടാണ് എന്നൊക്കെ. നമ്മൾ കത്തിവെച്ച് നിൽക്കുകയാണ് അവിടെ. മേഘയുടെ മക്കള് ഭക്ഷണം കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മുടെ ഒപ്പം ഫോട്ടോയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് യൂബർ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാൻ നേരം കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. പിന്നെ റൂമിൽ അവിടെ ഫ്രണ്ടിലൊക്കെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ റൂമിലെത്തി കുറേ നേരം വിശ്രമിച്ചു. ഇനി റിസപ്ഷന് പോകുന്ന ലുക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. മാനവീയം വീതിയിൽ പോയിട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്താണല്ലോ. അവിടെ പോയപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു ആ ഭാഗമൊക്കെ. ഞാൻ ഇവിടുന്ന് പോയിട്ട് 7 വർഷത്തോളം ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, അങ്ങോട്ട് പോലും പോകാൻ പറ്റിയില്ല. ഭയങ്കര വർഷമായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജർ വരുന്ന വഴി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്ന ദിവസം അതിൻ്റെ പുറകെയിലായിരുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അതിനെപ്പറ്റിയിട്ടുള്ള കഥകൾ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാനത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ ഇവിടെ നിന്നപ്പോൾ വണ്ടി വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് 2 പേരും വാശിയിലായി. അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് അവരെ കൊണ്ട് പോസ് ചെയ്യിപ്പിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മഴ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 6-6:30 ആവുമ്പോൾ എത്തിയാൽ മതി എന്ന് മേഘ പറഞ്ഞിരുന്നവർ അവിടുന്ന്. അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാം. 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തിയതാണ്. എന്നിട്ടും ചിന്തയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. പോരാൻ നേരമാണ് ആൾ ഉറങ്ങിയത്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ആൾ എഴുന്നേറ്റു. അപ്പോൾ അതിൻ്റെ കുറച്ച് വാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ നടക്കുന്ന SP ഗ്രാൻഡ് ഡേയ്സിൽ എത്തി. അവിടെ ഒരു 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് പനവിളയിലുള്ള ഈ SP ഗ്രാൻഡ് ഡേയ്സിൽ എത്താനായിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ കുറച്ച് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഗസ്റ്റുകൾ. പിന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ എത്താനാവുന്നുള്ളൂ. കുടപ്പനക്കുന്നിലാണ് മേഘയുടെ വീട് കേട്ടോ, ദൂരദർശൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടേക്ക് കുറച്ച് ദൂരമുണ്ട് അവിടെ നിന്ന്. നമ്മൾക്കാണ് ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാംഗോ ഡിലൈറ്റ്, ഹണി ഗ്രേപ്പ് സർബത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പൊപ്പയും ചിന്തയും ആരെയും കാണാണ്ടായപ്പോൾ ഒരു വിഷമത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും ബ്രൈഡ് ഗ്രൂമൊക്കെ വന്നു. ആദ്യം മേഘയും കസിൻ നീതും ചേർന്നിട്ടുള്ള വെൽക്കം ഡാൻസ് ആയിരുന്നു. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്നും ഡാൻസ് ഞാൻ അധികം പാട്ടിട്ടിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഷോർട്സ് ആയിട്ട് അതേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ D4 ഡാൻസ് വേയും പപ്പുവും പിന്നെ നമ്മുടെ ഗ്രൂമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. പിന്നെ മേഘയും ടീമും കൂടിയിട്ട് വേറെ ഡാൻസ്, പിന്നെ കുറേ ഡാൻസ് പെർഫോമൻസ് അവിടെ കാണാനായിട്ട് സാധിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും കേട്ടോ. പിന്നെ ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേഘയും ടീമും പിന്നെ ഇതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീംസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ റിസപ്ഷൻ. ഒന്നും പറയാനില്ല. ഞങ്ങളൊരു 10 മണി വരെ അവിടെ അടിച്ച് പൊളിച്ചിരുന്നു. നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല അങ്ങനെ. അപ്പോൾ ഇതാ ബ്രൈഡിനെയും ഗ്രൂമിനെയും വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നീതു. അപ്പോൾ അതാ അവരൊക്കെ വന്ന് അവരുടെ സെപ്പറേറ്റ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതും ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. സൂരജും മേഘയും ബൈ പ്രൊഫഷൻ സോഫ്റ്റ്വെയർ ഫീൽഡിലാണെങ്കിലും കലാരംഗത്ത് നന്നായിട്ട് ശോഭിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. അപ്പോൾ സൂരജ് ഡാൻസ് ചെയ്യും, മേഘ ഡാൻസും ചെയ്യും, അതുപോലെ തന്നെ ആക്ടിങ്ങും ആങ്കറിങ്ങും ഒക്കെ ചെയ്യും. ഫിലിംസിലും ഷോർട്ട് ഫിലിംസിലും ആഡ്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മേഘ. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടുമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിലോട്ട് എൻ്ററായി. അപ്പോൾ നല്ല ക്യൂട്ട് കപ്പിൾസ് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി നിന്ന് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ മധുരം പങ്കുവെക്കുക എന്നുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് അതാ വീണ്ടും ഡാൻസ്, അങ്ങനെ കുറേ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ. അത് കഴിഞ്ഞ് വീണ്ടും ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ അടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറി അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ ലുട്ടുവിൻ്റെയും ഹിരണിൻ്റെയും പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അതെനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹിരൺ എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ടാണ്. ലുട്ടുവിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം രംഗണ്ണൻ ഡയലോഗാണ് അവരവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സൂരജിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സൂരജിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഫുഡിൻ്റെ പാട്ടിലോട്ട് പോവാം. ആദ്യം സൂപ്പ്, സീ ഫുഡ് നൂഡിൽ സൂപ്പും പിന്നെ വെജ് മെഞ്ചോ സൂപ്പും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. പപ്പ ഏതാണ് കുടിക്കാമെന്ന് എനിക്കറിയില്ല. പപ്പ വേണമെന്നൊക്കെ പറഞ്ഞു. ചിൻ്റെ ആദ്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് എടുത്തുള്ളൂ. പപ്പ വലിയ കാര്യമായിട്ടൊന്നും കുടിച്ചൊന്നുമില്ല. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ പോയിട്ട് എടുത്തു. അപ്പോൾ എല്ലാം എനിക്ക് വേണ്ടതൊക്കെ ഞാനൊരു പ്ലേറ്റിലാക്കി എടുത്തു കേട്ടോ. കാരണം ഇവരുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കൽ എളുപ്പമല്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ സൂരജേട്ടൻ്റെയും സൂരജിൻ്റെ ഫ്രണ്ട് ഹരിദാസ് അനിലിൻ്റെയും ഡ്യുവറ്റ് സോങ്ങൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ദൂരെ കിഴക്കുതിച്ചേ ആ ഒരു സോങ്ങാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണ്ടവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സാലഡിൽ വന്നിട്ട് ഫ്രഷ് ഗ്രീൻ സാലഡ്, ഗ്രിൽഡ് ചിക്കൻ സാലഡ്, ഫിഷ് സാലഡ്. വെജിൽ പനീർ ബട്ടർ മസാല, നവരത്തൻ കുറുമ, വെജ് ബോൾ, മഞ്ചൂരിയൻ. പിന്നെ ചിക്കൻ വറുത്തരച്ചത്, ഡ്രൈ സെഷ്വാൻ ചിക്കൻ, കപ്പ ഉണ്ടായിരുന്നു, നാന്, അപ്പം, കാശ്മീരി പുലാവ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുള്ളത് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലേ എടുക്കണം. പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ആണ്. കാരമൽ കസ്റ്റർഡ്, ബ്രെഡ് ബട്ടർ ഹണി പുഡിംഗ്, പിന്നെ കേക്ക്, ഐസ്ക്രീം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരദർശനിൽ എൻ്റെ കൊളീഗായിരുന്ന അനുപമേനെയും ഫാമിലിനെയും കണ്ടത്. ഹസ്ബൻഡും ഉണ്ടായിരുന്നു, ആളുടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ആള് മേഘയുടെ നൈബറാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ വന്നിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ആസ്വദിച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീരയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പാട്ടാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാട്ടും കാര്യങ്ങളൊന്നും ഇതിലിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഇടാത്തത് കേട്ടോ. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുള്ള ആ ഒരു സോങ്ങാണ് പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചേട്ടൻ. അങ്ങനെ പപ്പ വീണ്ടും ഐസ്ക്രീമൊക്കെ പോയി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യേണ്ടതാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ടും കേട്ടൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തക്സുവാവയുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മേഘയും സൂര്യചേട്ടനും ഹിരണും വൈഫ് അഭിരാമിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. പച്ച പച്ച ആ ഒരു ട്രെൻഡിങ് സോങ്ങാണ് അവർ ചെയ്തത്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടീസിൻ്റെ DJ ആയിരുന്നു ഫുള്ള്. കുറേ പാട്ടിന് അവർ പെർഫോം ചെയ്തു കേട്ടോ. ചിൻ്റെയാണെങ്കിലും പൊപ്പയാണെങ്കിലും ഒരു മടി കൂടാതെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ലുട്ടുണ്ട്, ഹീരയുടെ ചേച്ചിയുടെ മോളുണ്ട്. ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. റീൽസൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ അവർക്ക് ഇറങ്ങാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നീത്തുയുടെ ഒപ്പം നിന്നിട്ട് സെൽഫി എടുത്തു. പിന്നെ മേഘയുടെ ഒപ്പം ഞാൻ റിസപ്ഷന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അവിടെ മേഘ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നിടത്ത് വിളിച്ച് നിർത്തി എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണെന്ന് പറഞ്ഞ് പോവാണ്. കാരണം 10 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് രാവിലത്തെ ട്രെയിനിൽ പോരണം. അപ്പോൾ മക്കളൊക്കെ നല്ല ടയേർഡാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഒരു അൺഫോർഗറ്റബിൾ ഡേ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.